സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പത്തനംതിട്ട ജില്ലയിൽ പലയിടത്തും വെള്ളമിറങ്ങാനുണ്ട്. പ്രധാനപ്പെട്ട ഡാമുകളിൽ ജലനിരപ്പ് കുറവാണ്. മൂഴിയാറിൽ മാത്രമാണ് ചെറിയ തോതിൽ പ്രശ്നമുള്ളത്. ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തുന്ന തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഴക്കെടുതിയിൽ ഇതുവരെ 15 പേർ മരിച്ചു, 7 പേരെ കാണാതായി. ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ നൽകും. വീട് നഷ്ടമായവർക്കുള്ള ധനസഹായവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക സന്നാഹങ്ങൾ, കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുള്ള ബോട്ടുകൾ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ എത്തിച്ചിട്ടുണ്ട്. സുലൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFൻ്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള പോലീസ് സേനയും ആവശ്യമായിട്ടുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങളും ഉണ്ട്. ഭക്ഷണം ഹെലികോപ്റ്ററിൽ നിന്ന് വിതരണം ചെയ്യാനോ അല്ലാതെ വിതരണം ചെയ്യാനുള്ള പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട്. മരിച്ചവരുടെ എണ്ണം കണക്കാക്കിയിട്ടുള്ളത് 15ആണ്. നമ്മൾ ഈ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തിരമായി 10,000 രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ഒരു കാർഡിൽ നിന്ന് 2 പേർക്ക് 300 രൂപ വീതം, അപ്പോൾ ഇത് നിൽക്കുന്നത് വരെ അവർക്കൊരു ധനസഹായമായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ ലാൻഡ് സ്ലൈഡൊക്കെ വന്ന് വീട് കംപ്ലീറ്റ് ഒഴുകിപ്പോയി, വീടില്ല. ആ സ്ഥലത്ത് വീടും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നേരത്തെ കൊടുത്തിരുന്നത് 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീട് പണിയാനുമാണ്. 10 ലക്ഷം രൂപ അത് 12 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് 12 ലക്ഷം രൂപയ്ക്ക് വർദ്ധിപ്പിക്കുന്നത്.